ഭാരതത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉയർന്നത് പാകിസ്ഥാനിലായിരുന്നു. അതിനുശേഷം അതിനെതിരെ പ്രകോപനമുയർത്തിയതും പോർവിളി നടത്തിയും ഒരു സ്ഥലം കേരളമാണ് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരം. ആ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഇരമ്പുകയാണ്. പൂക്കളമിട്ടവർക്കെതിരെ കേസെടുത്ത കേരള പോലീസ് നടപടിക്കെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ യുവമോർച്ചയുടെ പൂക്കളമിട്ട് പ്രതിഷേധം പരിപാടി നടക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകുന്നത്. പ്രശാന്ത്, പാകിസ്ഥാനിലെ സൈനിക മേധാവിയും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയൊക്കെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നത്. അത് അവർക്ക് വേറെ വഴിയില്ല, നല്ല തിരിച്ചടി കിട്ടിയപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. പക്ഷെ കേരളത്തിൽ എന്തിനാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഇത്ര വലിയ പോർവിളി എന്നതാണ് ഏതൊരു ദേശീയവാദിയും ചോദിക്കുന്ന ചോദ്യം. എന്തായാലും യുവമോർച്ച ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? ശ്യാംബാബു, പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പുഷ്പം കൊണ്ട് എഴുതിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റിന് മുമ്പിൽ പ്രതിഷേധിക്കുന്നത്, യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് പുഷ്പം കൊണ്ട് എഴുതിയത് മായ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസ് കൊല്ലത്ത് മുതുപിലാക്കാട് ജനങ്ങൾക്കെതിരെ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എഴുതിയ ജനങ്ങൾക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലും എഴുതിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. ശക്തമായ രീതിയിൽ ഒരു പ്രതിഷേധം തന്നെയാണ് യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതൊരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്യാംബാബു പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വൈകാരികമായ വികാരമാണ്. കാരണം നമ്മുടെ ഭാരതീയരായിട്ടുള്ള 26 പേരെ കൂട്ടക്കുരുതി നടത്തിയ പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് നേരെയും പാകിസ്ഥാൻ സർക്കാരിന് നേരെ അടക്കം അവിടെ ആ തീവ്രവാദികൾക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവർക്കെതിരെ ഭാരതം സ്വീകരിച്ച നടപടിയാണ്. നമ്മുടെ അമ്മമാരുടെ, നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ച്ചവർക്കെതിരെ ഭാരതം കൊടുത്ത മറുപടിയാണ്. അതിനെ എതിർത്ത് വന്നത് പാകിസ്ഥാൻ സൈനിക മേധാവിയും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ സർക്കാരുമാണെങ്കിൽ ഇവിടെ കേരളത്തിലും സമാനമായ സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ഇത് എതിർത്തത്? അതിനെ ഈ വിഷയത്തിൽ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറാകുകയും ചെയ്തു. അതും അങ്ങനെ ആ നടപടിക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുന്നത്. നമ്മളോടൊപ്പം യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് മനു പ്രസാദ് കൂടി ചേരുന്നുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഏറ്റവും അധികം രംഗത്ത് വന്നത് നേരത്തെ പാകിസ്ഥാൻ ഭരണകൂടവും സൈനിക മേധാവി അടക്കമുള്ളവരാണ്. ഇവിടെ കേരളത്തിൽ നമ്മുടെ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചവർക്കെതിരെ ഭാരതം നടത്തിയ അതിശക്തമായ തിരിച്ചടി, അതിശക്തമായ പോരാട്ടം, ആ പോരാട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട്, ആ മരണപ്പെട്ടുപോയവരുടെ വീരമൃത്യു വരിച്ചവരെ അനുസ്മരിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു പുഷ്പം പൂക്കളമിടുമ്പോൾ, അതും നമ്മുടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് അവരെ അനുസ്മരിച്ചുകൊണ്ടൊരു പൂക്കളമിടുമ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ കേരളത്തിൽ പോലീസിൻ്റെ ഭാഗത്തായാലും ശരി, ഇവിടുത്തെ ഇടത് അനുഭാവികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തായാലും ശരി ഇത്തരം സമീപനം ഉണ്ടാകുന്നത്? അല്ല, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭീകരവാദികൾ വന്ന് നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം മായ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. ആ പരിശ്രമത്തിന് നമ്മുടെ രാജ്യം കൊടുത്ത ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത്. ഭീകരവാദികൾ മായ്ക്കാൻ ശ്രമിച്ചത് സഹോദരിമാരുടെ സിന്ദൂരമാണ്. അതിന് രാജ്യം കൊടുത്ത മറുപടി ഓപ്പറേഷൻ സിന്ദൂരാണെങ്കിൽ ആ മറുപടിയിൽ അസ്വസ്ഥതയുള്ളൊരു വിഭാഗം ഇന്ന് കേരളത്തിൻ്റെ ഭരണകൂടത്തിലുണ്ട് എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കാജനകമാക്കേണ്ടത്. രാജ്യത്തിലെ ഓരോ പൗരനും അഭിമാനത്തോടു കൂടി എടുത്തു പറയേണ്ട, അഭിമാനത്തോടു കൂടി കൊണ്ടു നടക്കേണ്ട, സിരകളിൽ ഓടിക്കേണ്ട ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഞങ്ങളുടെ സഹോദരിമാരുടെ, അമ്മമാരുടെ സിന്ദൂരം മാറ്റി ഞങ്ങളുടെ സഹോദരങ്ങളെ മതം മറഞ്ഞ് വെടിവെച്ചു കൊന്ന ഭീകരവാദികൾക്കെതിരെ മറുപടി കൊടുത്തൊരു സിന്ദൂർ അഭിമാനത്തോടു കൂടി ഗ്രാമാന്തരങ്ങളുടെ യുവാക്കളുടെ സിരകളിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായിരുന്നു പല സ്ഥലത്തും കണ്ടത്. എന്നാൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും ഒത്താശ ചെയ്യുന്ന ഗവൺമെൻറ്റാണ് ഈ കേരളം ഭരിക്കുന്നതെന്നും ഇവിടെ താലിബാനികൾക്ക് വേണ്ടി എന്തും വിടുപണിയും ചെയ്യുന്ന കൂട്ടർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഞങ്ങളെന്ന് ബോധ്യപ്പെടുത്തുന്ന സമീപനമാണ് ശാസ്താംകോട്ടയിൽ കണ്ടത്. യുവാക്കൾ അവർക്ക് ഏറ്റവും അഭിമാനകരമെന്ന് തോന്നിയത്, അവർ താലിബാനിൻ്റെ ഒരു കവിതയല്ല എഴുതി വെച്ചത്, ഏതെങ്കിലും ഒരു ഭീകരവാദിയുടെ കവിതയല്ല എഴുതി വെച്ചത്. ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെയോ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന ഒരു ശ്രമമല്ല അവർ നടത്തിയത്. അവർ നടത്തിയത് ഈ രാജ്യം തല ഉയർത്തിപ്പിടിച്ച് ഉറച്ചു പറയേണ്ട ഒരു ഓപ്പറേഷനെ ജനങ്ങളുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നതിനെ പ്രകടമാക്കുകയാണ് ചെയ്തത്. അത് ആഘോഷങ്ങളിലും അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളിലുമൊക്കെ അത് കൊണ്ടു നടക്കുന്നത് അഭിമാന പുരസ്കാരം പറയേണ്ട ഒരു നാടായിരുന്നു നമ്മുടെ കേരളത്തിൽ. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ ഭരണകൂടം ചെയ്ത പ്രവൃത്തി നമ്മളെല്ലാവരും കണ്ടതുപോലെ ശാസ്താംകോട്ടയിൽ ആ യുവാക്കൾക്കെതിരെ സൈനികൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അവർക്കെതിരെ കേസെടുത്തു, അവരെ ജയിലിലടയ്ക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ മായ്ച്ചില്ലെങ്കിൽ അത്തപ്പൂക്കളമിടാൻ സമ്മതിക്കില്ല എന്ന ഏറ്റവും കിരാതമായ നടപടികൾക്കും പ്രതികരണങ്ങൾക്കും കേരള പോലീസ്
പോലീസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സമീപനം ഉണ്ടായി. യുവമോർച്ച അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു യുവാവിന് ഇതിടാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ, തിട്ടൂരത്തെ മുട്ടുകുത്തി നിന്ന് മടങ്ങിക്കൊടുക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭരണസിരാ കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടാണ്. ഒരു സുപ്രഭാതത്തിലല്ല, ഇന്നലെ തന്നെ പ്രഖ്യാപിക്കുകയും ഞങ്ങൾ ഇന്നലെ പറയുകയും ചെയ്തു, ഞങ്ങൾ ഇവിടെ വരും, ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഇടും, ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കും. ഇത് ഇവിടെയെന്നു മാത്രമല്ല, നിങ്ങൾ എവിടെയൊക്കെയാണോ തടയാൻ ശ്രമിക്കുന്നത് അവിടെയെല്ലാം യുവാക്കൾക്ക് അവരുടെ വികാരമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ പ്രകടിപ്പിക്കാൻ തടസ്സം നിൽക്കുന്ന ഇടങ്ങളിൽ യുവമോർച്ചയുടെ കരങ്ങളുണ്ടാകും, യുവമോർച്ചയുടെ പ്രവർത്തകരുണ്ടാകും. ഇത് ഞങ്ങൾ കൊണ്ടു നടക്കുക തന്നെ ചെയ്യും. ആർക്കൊക്കെ പൊള്ളിയാലും, ഏതൊക്കെ ഭീകരവാദികളുടെ വോട്ടിന് വേണ്ടിയോ ഭീകരവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കാനോ ഗവൺമെൻറ് ചെയ്താലും അവർക്ക് മുന്നിൽ യുവമോർച്ച മുട്ടുമടക്കി കൊടുക്കാനോ പ്രതിഷേധിക്കാതിരിക്കാനോ സാധ്യമല്ല. ഞങ്ങൾ അതുകൊണ്ടാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളത് ഈ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ ഭയപ്പെടുന്ന, അതിനെ അംഗീകരിക്കാത്ത, ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന ഒരു ഭരണകൂടവും ആഭ്യന്തര വകുപ്പും കേരളത്തിലുണ്ട് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ സൂചിപ്പിക്കാനുള്ളത്. മതം പറഞ്ഞ് ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്ന ഭീകരവാദികൾക്ക് ഒത്താശ ചെയ്യുന്ന കൂട്ടരെ ചെറുത്തു തോൽപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യണമെന്ന് യുവമോർച്ച ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. FIR പിൻവലിക്കണം, അനാവശ്യമായി കേസെടുത്ത് പ്രവർത്തകരെ കേസിൽ നിന്ന് ഒഴിവാക്കണം എന്ന ആവശ്യം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ പൂക്കളത്തിൽ യാതൊരുവിധ കുറ്റവുമില്ല എന്ന്. അത് പോലീസിന് മനസ്സിലായതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രശ്നം സൃഷ്ടിച്ചത് പോലീസിൻ്റെ ഭാഗത്താണ്. കാരണം അവിടുത്തെ പൂക്കളമിട്ട ആ പ്രദേശവാസികളുടെ എല്ലാം പേരിൽ കേസെടുക്കുന്നത് മാത്രമല്ല, അവരോട് വളരെ പൈശാചികമായ രീതിയിൽ പെരുമാറുന്ന ഒരു സമീപനവും പോലീസിൻ്റെ ഭാഗത്തുണ്ടായത്. അതായത് പൂക്കളത്തിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂർ മായ്ച്ചു കളയണമെന്നുള്ള തിട്ടൂരം പോലീസിൻ്റെ ഭാഗത്തുണ്ടായി എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതെന്തുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് മാത്രമല്ല, ഈ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് മറ്റ് ഇടത് അനുഭാവികളോ അല്ലെങ്കിൽ അനുകൂലികളോ ആയിട്ടുള്ളവർ ഇത് പറഞ്ഞാൽ അതിൽ നമുക്ക് ആശ്ചര്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് ഇത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, പോലീസിനുള്ളിലെ പച്ച വെളിച്ചങ്ങൾ പ്രകടമാകുന്ന ചില സന്ദർഭങ്ങളാണ് ഇതൊക്കെ. ശാസ്താംകോട്ടയിലെ സിനിമാ പറമ്പിൽ കിടക്കുന്ന കുറച്ച് വിരലിലെണ്ണാവുന്ന ഭീകരവാദികൾ പറഞ്ഞാൽ ഞങ്ങൾ പച്ച വെളിച്ചത്തിന്റെ ഭാഗമായി എന്തും ചെയ്തു കൂട്ടും എന്ന് പോലീസിനെ തന്നെ വിലയിരുത്തപ്പെടണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പച്ച വെളിച്ചങ്ങൾ പ്രകടമാകുന്ന ഇത്തരം സന്ദർഭങ്ങളെ കേരളീയ സമൂഹം ജാഗ്രതയോടുകൂടി കാണാൻ ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് യുവമോർച്ചയ്ക്ക് പറയാനുള്ളത്. രണ്ടിവിടെ സൂചിപ്പിച്ചു, ഓപ്പറേഷൻ സിന്ദൂർ മായ്ക്കണമെന്ന് പോലീസിന് എന്തുകൊണ്ടാണ് തോന്നുന്നത്? കാരണം പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഭരണകൂടം ഇതിനെല്ലാം അനുകൂലമായ നിലപാട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കണ്ട് കണ്ണീരിൽ കുതിർന്ന നമ്മുടെ സഹോദരിമാരോട് ഭീകരവാദികൾ പറഞ്ഞത് നിങ്ങളൊക്കെ നിങ്ങളുടെ മോദിയോട് പോയിട്ട് പറയാനാണ്. അവർ പറഞ്ഞു, പ്രധാനമന്ത്രി കേട്ടു. പിന്നെ നടന്നത് ചരിത്രമാണ്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെല്ലാം നിഷ്പ്രഭമായി. ഏത് രീതിയിലാണോ അമ്മമാരുടെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞത്, അതേ പേര് തന്നെ ആ ഓപ്പറേഷനും ഭാരതം നൽകി, ഓപ്പറേഷൻ സിന്ദൂർ. അത്രത്തോളം വൈകാരികമായൊരു അടുപ്പം ഈ പേരിനോടും ആ നടപടിയോടും ഭാരതത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്ന ഓരോ മനുഷ്യനുമുണ്ട്. ഇവിടെ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് കണ്ടാൽ ഹാലിളകുന്നത് എന്തുകൊണ്ടാണ്? അതിനെതിരെയാണ് ഏറ്റവും വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയരുന്നത്. വീണ്ടും സെക്രട്ടറിയിലേക്ക് തന്നെ പോവുകയാണ്. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, മനു പറഞ്ഞത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പ്രതിഷേധവും കടുപ്പിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു ജനതയ്ക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണോ ഇത്? ഞാൻ ചോദിക്കട്ടെ, ഭീകരവാദികളായ ഒരു കൂട്ടം മുസ്ലിം ഭീകരവാദികൾക്കല്ലാതെ ഈ നാടിനെ സ്നേഹിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഈ നാടിനെ സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അവരെല്ലാം കണ്ണീരോടുകൂടി തിരിച്ചടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഈ ജനതയുടെ വിശ്വാസത്തെ, അവരുടെ പ്രതികരണത്തെ, അവരുടെ പ്രതിഷേധത്തെ ഉൾക്കൊണ്ടുകൊണ്ടല്ലേ ഈ നാട്, ഈ രാജ്യം, ഈ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കൃത്യമായ സൈന്യം, നമ്മുടെ സൈന്യം കൃത്യമായ തിരിച്ചടി നൽകിയത്? അതിനെതിരെ തെളിവ് ചോദിച്ചവരുണ്ട്, അതിനെ അപമാനിച്ചവരുണ്ട്, പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് രാജ്യത്തിനെതിരെ കിട്ടിയ ഒരു അവസരം പോലും മുതലാക്കാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷേ അതിനെയെല്ലാം മറികടന്ന് ഈ നാടും സൈന്യവും പ്രധാനമന്ത്രിയും ഭരണകൂടവും എല്ലാം കൃത്യമായ മറുപടി പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് കൊടുത്ത് അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് യുവാക്കൾ, അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് ഈ നാട്ടിൽ. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേര് ചാർത്താൻ സാധ്യമല്ല. എല്ലാ മതവിഭാഗങ്ങൾപ്പെട്ടവരുണ്ട്, ചില മുസ്ലിം ഭീകരവാദികൾ ഒഴിച്ച്. അതിൽ മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹിന്ദുണ്ട്, എല്ലാ വിഭാഗങ്ങളുമുണ്ട്. ഇവിടെ ഭാരതീയനേ ഉള്ളൂ. എന്നാൽ ഈ ഭാരതം തകരണം, ഈ നാട് ഇല്ലാതാകണം, ഈ നാട്ടിൽ അസ്വസ്ഥതയുണ്ടാവണം, അരാജകത്വം ഉണ്ടാകണം, യുവാക്കളുടെ പ്രതീക്ഷ നഷ്ടപ്പെടണം, അവർ ഈ പ്രവർത്തനങ്ങളിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷമുണ്ട്. ശാസ്താംകോട്ടയിലെ സിനിമാ പറമ്പിലും ഉണ്ട്. അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവിടെ കണ്ടത്. ഇത് ചോദ്യം ചെയ്യാതെ പോയാൽ ഇത് കേരളം മുഴുവൻ വ്യാപിക്കും.
രാജ്യത്തിൻ്റെ മുന്നിൽ കേരളം അപമാനമായി തലകുനിച്ച് നിൽക്കും. ഭീകരവാദികൾക്ക് ക്യാമ്പ് നടത്താനുള്ള ഇടമാണ് കേരളം. ലോകത്തിലെ എവിടെ ഭീകരവാദ പ്രവർത്തനം നടത്താലും മലയാളികളായ 2 പേർ പിടിക്കപ്പെടുന്ന നാടായി കേരളം മാറുന്നു. അങ്ങനെ ഭീകരവാദികളുടെ ഈറ്റില്ലമാണ് കേരളമെന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന അവസ്ഥയിലേക്ക് ഓരോ സംഭവങ്ങളും മാറുന്നു. ഇതിനെ കേരളത്തിൽ നിന്ന് യുവാക്കൾ ചെറുത്തു തോൽപ്പിക്കും. അതിനുള്ള പ്രതികരണമാണ് തുടങ്ങാൻ പോകുന്നത്. ശ്യാംബാബു, അത് തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തിന് അഭിമാനകരമായിട്ടുള്ള നിമിഷം, അല്ലെങ്കിൽ രാജ്യത്തിന് ഏറ്റവും അഭിമാനം പകർന്ന നിമിഷത്തെ അത് അവരുടെ വൈകാരികമായി പ്രവർത്തകർ അല്ലെങ്കിൽ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ അവർ ഈ തിരുവോണത്തിന് അവർ ആ പൂക്കളം ഇടുമ്പോൾ ആ പൂക്കളത്തെ എതിർക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് തികച്ചും രാജ്യദ്രോഹപരമായിട്ടുള്ള സമീപനമാണ്. ഇത് ഒരു ഏകപക്ഷീയമായ നടപടിയല്ല എന്നാണ് ഇപ്പോൾ കുറച്ചുകൂടി കാണട്ടെ. ജനൻ ടിവിയിലൂടെ തന്നെ ആ ചിത്രങ്ങൾ ലോകം കാണട്ടെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ കണ്ട് ഹാലിളകിയവരൊക്കെ ഇതൊക്കെ ഒന്ന് നല്ലോണം കണ്ടോട്ടെ. പ്രശാന്ത്, തീർച്ചയായും അത് തന്നെയാണ് പൂക്കളം. ഈ ഒരു പൂക്കളം കണ്ട് ഹാലിളകിയവർ തീർച്ചയായും കാണേണ്ടത് തന്നെയാണ്. ഒരു ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ തന്നെയാണ് പൂക്കളം ഇട്ടു അതേ സിന്ദൂർ, ഓപ്പറേഷൻ സിന്ദൂർ അത് പൂക്കളം ഇട്ടുകൊണ്ട് പ്രതിഷേധിക്കുന്നത് യുവമോർച്ച. ഇത്തരം സമീപനങ്ങളെ രാജ്യത്തെയും രാജ്യത്തിൻ്റെ ദേശീയ വികാരമായി ഉണർന്ന ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു അവരുടെ വൈകാരിക മുഹൂർത്തം നമുക്കറിയാം. നമുക്ക് സിന്ദൂരം എന്ന് പറയുന്നത് വളരെ പരിപാവനമായി കാണുന്നതാണ്. പ്രത്യേകിച്ച് അവരുടെ ഭർത്താവിൻ്റെ ആയാലും ശരി, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സിന്ദൂരം, ആ സിന്ദൂരം എന്ന് പറയുന്നത് വളരെ വൈകാരികമായിട്ട് കാണുന്നതാണ്. അതിനെ മായ്ച്ച് കളഞ്ഞവർക്കെതിരെയാണ് അതേ പേര് കൊണ്ട് തന്നെ രാജ്യം പ്രതിഷേധിച്ചത്. ആ രാജ്യം തക്കതായിട്ടുള്ള മറുപടി കൊടുത്തത്. ആ മറുപടി കൊടുത്തതിനെ, ആ വൈകാരിക നാമത്തെ, ആ നാമമാണ് ഈ ഓണത്തിന് പൂക്കളമായി പ്രദേശവാസികൾ ഉപയോഗിക്കുന്നത്. രാജ്യത്തിന് ആദരവ് നൽകിക്കൊണ്ടാണ്, നമ്മുടെ രാജ്യത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികർക്കും അതോടൊപ്പം തന്നെ വീരമൃത്യു വരിച്ച ആ തീവ്രവാദികളുടെ മതം ചോദിച്ച് അരുംകൊല നടത്തിയ തീവ്രവാദികളുടെ തോക്കിനിരയായിട്ടുള്ള ആ ധീര ദേശാഭിമാനികൾ കൂടി മരിച്ചുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അവിടെ പൂക്കളം ഇടുന്നത്. കൊല്ലത്ത് മുതുവിലാക്കാട് ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ പൂക്കളം ഇടുന്നത് അതാണ് മായ്ച്ചു കളയണമെന്ന് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് തന്നെ ഇടത് ഭരണസമിതി രംഗത്ത് വരുന്ന പരാതി കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ആ ഓപ്പറേഷൻ സിന്ദൂർ അവിടെ ഇടാൻ പാടില്ല എന്ന് പോലീസ് എടുത്ത തിട്ടൂരം, അതോടൊപ്പം തന്നെ ഒരു പട്ടാള ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് FIR ഇട്ടുകൊണ്ട് കേസെടുക്കുന്ന ഒരു സമീപനമുണ്ടായി. ഇത്തരം കാട്ടാള നീതി അവസാനിപ്പിക്കണമെന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് യുവമോർച്ച സംസ്ഥാനത്തെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഏതെന്നാണോ മായ്ച്ചു കളയണമെന്ന് പറയുന്നത് അതേ ഓപ്പറേഷൻ സിന്ദൂർ എന്ന അത് ഏറ്റവും വലിയ രീതിയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുഷ്പം കൊണ്ട് ഈ ഓണനാളിൽ തന്നെ പുഷ്പം കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ പൂക്കളമിട്ടുകൊണ്ട് തന്നെയാണ് യുവമോർച്ച പ്രതിഷേധിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കാൻ തന്നെയാണ് യുവമോർച്ച തയ്യാറെടുക്കുന്നത്. അതിൻ്റെ മുൻസൂചന എന്ന കൂടി നിലയിലാണ് ഇപ്പോൾ ഇവിടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓപ്പറേഷൻ സിന്ദൂർ എഴുതിക്കൊണ്ട് പൂവുകൾ കൊണ്ട് എഴുതിക്കൊണ്ട് പ്രതിഷേധിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സമാനമായ സാഹചര്യത്തിൽ കൊല്ലത്തും BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ സമീപനത്തിനെതിരെ ഇടത് സർക്കാരിൻ്റെ, ഈ ആഭ്യന്തര വകുപ്പിൻ്റെ ഇത്തരം സമീപനങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായും പ്രതിഷേധങ്ങൾ നടന്നു വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ദേശീയ തലത്തിലടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇത്തരം സമീപനം നമുക്കറിയാം. ഏതൊരു വൈകാരികമായ ഒരു ആ പേരിനെ ഇത്തരം രീതിയിൽ മായ്ച്ചു കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപറ്റം ആളുകളുടെ, അല്ലെങ്കിൽ ഒരുപറ്റം തീവ്ര ചിന്താഗതികളുള്ളവരുടെ ആ തിട്ടൂരത്തിന് വഴങ്ങിക്കൊണ്ട് FIR ഇട്ട പോലീസിൻ്റെ നടപടിക്കെതിരെ അടക്കം നിരവധി ദേശീയവാദികൾ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ദേശീയ മാധ്യമങ്ങളിലടക്കം വലിയ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അങ്ങനെ വിട്ടുകളയാൻ യുവമോർച്ചയും BJPയും തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന്റെ അടക്കമുള്ളവരുടെ ഇത്തരം നടപടിക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കും എന്ന് തന്നെയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ FIR ഇട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. എന്ത് വകുപ്പാണ് എടുക്കുക? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ആലേഖനം ചെയ്ത പൂക്കളം ഒരുക്കി അത് ഗുരുതരമായ തെറ്റാണ് എന്ന് എങ്ങനെയാണ് ഒരു FIR എടുക്കുക എന്നാണ് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം. മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ഭരിച്ചിരുന്ന ഒരു മന്ത്രി പരസ്യമായി ഒസാമ ബിൻ ലാദനെ പുകഴ്ത്തി കവിത എഴുതിയ നാടുകൂടിയാണിത്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ പ്രവർത്തകർ മാടായി പാറയിലെത്തി, അനധികൃതമായി എത്തി. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പരിപാടികളൊക്കെ നടത്തി. ദേവസ്വം ഭൂമിയിലും മാടായി പാറയിലുമൊക്കെ പലസ്തീൻ്റെ പതാക ഉയർത്തി ആവേശം കൊണ്ട് നടന്ന് അതിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്.
BJP-യുടെ ജില്ലാ പ്രസിഡന്റ് അടക്കം 40 പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്? ശ്യാം, തീർച്ചയായും വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ട വിഷയം തന്നെയാണിത്. കാരണം ഇത്തരം സമീപനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടി, ഇത് ശ്യാം സൂചിപ്പിച്ചതുകൊണ്ട് തന്നെ മടായിപ്പാറയിലെ സംഭവമായാലും ശരി, കൊല്ലത്തെ സംഭവമായാലും ശരി, ഇത്തരം സമീപനങ്ങൾക്കെതിരെയാണ് പോലീസ് നടപടിയെടുക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നേരത്തെ ഇത്തരം പലസ്തീൻ അനുകൂല സ്ലോഗനുകൾ എഴുതുന്നതായാലും ശരി, അല്ലെങ്കിൽ തീവ്രവാദ ചിന്താഗതികൾക്ക് അനുകൂലമായിട്ടുള്ള സ്ലോഗനുകൾ എഴുതി വയ്ക്കുന്നതടക്കമുള്ള നടപടികൾ പല സ്ഥലങ്ങളിൽ നടക്കുമ്പോൾ അതിനെതിരെ യാതൊരുവിധ നടപടികളും പോലീസിന്റെ ഭാഗത്തുനിന്നോ സംസ്ഥാന ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകാറില്ല. അത്തരക്കാരെ അനുകൂലിക്കുന്ന നിലപാടാണ്. നമുക്കറിയാം, കേരള യൂണിവേഴ്സിറ്റിയിലടക്കം അത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഈ കോളേജുകളടക്കം കേന്ദ്രീകരിച്ചും ഇത്തരം ഈ ഹമാസ് അനുകൂല സമീപനങ്ങൾ അല്ലെങ്കിൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ, പലസ്തീൻ അനുകൂല പ്രകടനങ്ങൾ അടക്കം നടന്ന നാടാണ് ഇവിടം. അതോടൊപ്പം തന്നെ സദ്ദാം ഹുസൈനെ അടക്കം അനുകൂലിച്ചുകൊണ്ടുള്ള നിരവധി പരിപാടികൾ ഈ സംസ്ഥാനത്ത് തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒസാമ ബിൻ ലാദനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അത്തരം ആളുകളെ അനുകൂലിക്കുന്ന നാട്ടിലാണ് ദേശീയവാദികൾ അല്ലെങ്കിൽ ദേശീയ ബിംബങ്ങൾ എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ ദേശീയമായ ഒരു വികാരമെന്ന് തന്നെ പറയാവുന്ന ഓപ്പറേഷൻ സിന്ധൂർ പോലെയുള്ള, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മടായിപ്പാറയിലടക്കമുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരം സമീപനങ്ങൾ, ആ സമീപനങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരും സംസ്ഥാന പോലീസും സ്വീകരിക്കുന്ന നടപടികൾ എന്ന് പറയുന്നത് ഈ കാട്ടാള നീതി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്തരം സമീപനങ്ങളാണ് ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ഏതായാലും ഈ നടപടിക്കെതിരെ, ഇത്തരം സമീപനങ്ങൾക്കെതിരെയാണ് ശക്തമായിട്ട് ഇപ്പോൾ യുവമോർച്ച പ്രതിഷേധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പുഷ്പം കൊണ്ട് എഴുതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ, സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ, അതായത് എവിടെയാണോ ഒരു ജില്ലയിലെ ഒരു പ്രാദേശിക സ്ഥലത്ത് നടന്ന സംഭവത്തെ, ആ സംഭവത്തിൽ ഇത്രയും രീതിയിലേക്ക് ആളിക്കെത്തിക്കുന്ന നിലയിലേക്ക് എത്തിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ചത് CPM ഭരണകൂടമാണ്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിൻ്റെ അവിടുത്തെ പ്രാദേശിക പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം കാണത്തക്കവണ്ണം സംസ്ഥാനത്തിൻ്റെ ഭരണശിലാ കേന്ദ്രത്തിന് മുന്നിൽ തന്നെ പൂക്കളമൊരുക്കിക്കൊണ്ടാണ് യുവമോർച്ച ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് അടക്കമുള്ളവർ ഈ സ്ഥലത്ത് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന കാഴ്ച അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ഏകദേശം അരമണിക്കൂറോളം പിന്നിടുകയാണ്. പുഷ്പം കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി കൊല്ലത്തെ മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുൻവശത്ത് എങ്ങനെയാണോ ഈ പൂക്കളം ഒരുക്കിയത് അതിന് സമാനമായ രീതിയിലാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിക്കൊണ്ട് ഇപ്പോൾ പ്രതിഷേധം തീർക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് പൂക്കളത്തിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സിന്ദൂർ പൂവ് കൊണ്ട് സിന്ദൂരത്തിന്റെ അടയാളങ്ങൾ പൂക്കളത്തിലേക്ക് ഇടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ശക്തമായൊരു മുന്നറിയിപ്പ് ആണ് ഈ പോലീസിനും ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന സർക്കാരിനും യുവമോർച്ച നൽകുന്നത്. ഇത്തരം സമീപനങ്ങളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകുമെന്നും യുവമോർച്ച പറയുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെയും ഭരണകൂടത്തിനെതിരെയുമാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. 26 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഒരു സൈനികൻ ഉൾപ്പെടെയുണ്ട്. പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാം ഇത് ഈ യാതൊരു വിധത്തിലും കേസെടുക്കാൻ യാതൊരു വകുപ്പുകൾ, നേരത്തെ ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തൊരു വകുപ്പ് ഇട്ടുകൊണ്ടാണ് കേസെടുക്കാൻ സാധിക്കുക? ഓപ്പറേഷൻ സിന്ദൂർ എഴുതി അത് ഏത് വകുപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസെടുക്കുമെന്നിരിക്കെ പോലീസിന്റെ ഭാഗത്തുണ്ടായ സമീപനങ്ങൾ വലിയ രീതിയിലുള്ള നാടിന് തന്നെ അപമാനകരമായ സമീപനമാണ് പോലീസ് അവിടെ നടത്തിയത്. ഈ പൂക്കളമിട്ടവർക്കെതിരെ പോലീസ് ഭീഷണി മുഴക്കിക്കൊണ്ട് പ്രതിഷേധിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജനം ടിവിയിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇതാ കാണുകയാണ്. പ്രതിഷേധം ഇരമ്പുകയാണ്. യുവമോർച്ചയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പൂക്കളമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് തൊട്ടുമുമ്പിൽ. ആർക്കാണോ വിരളി പിടിച്ചത് അയാളുടെ തൊട്ടുമുമ്പിൽ തന്നെ ഇതാ ഇപ്പോൾ പൂക്കളം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഭീകരർ സിന്ദൂരം മയക്കാൻ ശ്രമിച്ചു. സമാനമായൊരു സാഹചര്യം തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഏത് വിധേനയും മതേതരത്വം എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദി ഭീകരതയെ എടുത്ത് തലയിൽ വെക്കുക. 2, രാജ്യത്തിന് അനുകൂലമായി നമ്മുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്താലും അതിനെ കണ്ണും പൂട്ടി എതിർക്കുക. ഈ തരത്തിലുള്ള ഒരു ഇടത് ജിഹാദി കൂട്ടുകെട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയാണ്.